ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് ക്ലാസ്സുകൾ നിർത്തുന്ന കാര്യം ഞാൻ ആലോചിക്കുന്നുണ്ട്. വേണ്ടത്ര റെസ്പോൺസ് കിട്ടുന്നില്ല, അക്സെപ്റ്റൻസ് കിട്ടുന്നില്ല. ക്ലാസ്സുകൾ ചെയ്യുമ്പോൾ ആരും ഒരു ദിവസം റെസ്പോണ്ട് ചെയ്യുന്ന ആളുകളെ പിറ്റേ ദിവസത്തെ ക്ലാസ്സിൽ കാണുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ലാസ്റ്റ് ചെയ്തിരുന്നു. എനിക്ക് ക്ലാരിറ്റി കുറവുണ്ട്. എത്ര പേര് കാണുന്നുണ്ട്, ആരൊക്കെ കാണുന്നുണ്ട്, എത്ര പേര് ഏതൊക്കെ ക്ലാസ് കാണുന്നുണ്ട്, ക്ലിയർ ആവുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ, ഇങ്ങനെ കുറെ ക്ലാരിറ്റി കുറവുണ്ട്. അതുകൊണ്ട് തുടർന്ന് ക്ലാസ്സുകൾ കൊണ്ടുപോകണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം എന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ വീഡിയോയുടെ താഴെ കുറച്ചു പേര് കമന്റ് ചെയ്തു. അപ്പൊ എനിക്കിപ്പോ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് അറിയാമോ? ഒരു സന്തോഷമുള്ള കാര്യമുണ്ട്, ഒരു സങ്കടമുള്ള കാര്യമുണ്ട്. അപ്പോൾ സന്തോഷമുള്ള കാര്യം ആദ്യം പറയാം. സന്തോഷമുള്ള കാര്യം എനിക്കിപ്പോ കൃത്യമായിട്ട് മനസ്സിലായി. എത്ര പേര് നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഓരോരുത്തരും എവിടെ വരെ എത്തി, എവിടെ വരെ പഠിച്ച് എത്തി എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടി. ഇത് തന്നെയാണ് ഞാൻ ആദ്യം മുതൽ നിങ്ങളോട് പറയുന്നതും. നിങ്ങളോട് ഒരാഴ്ച മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം, ഈ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുള്ളൂ എത്ര പേരാണിത് നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്നത്. ഒരു വീഡിയോയ്ക്കെങ്കിലും എല്ലാവരും ഒരുമിച്ച് വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ട്, എത്ര പേര് റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവരൊക്കെ വേറെ വേറെ എന്താ പറയാ, ഒരിക്കൽ മാത്രം കണ്ടിട്ട് പോകുന്നവരാണോ, അങ്ങനെ കണ്ടപ്പോൾ കമന്റ് ചെയ്തതാണോ, നമ്മളെടുക്കുന്ന എഫേർട്ട് വെറുതെ വേസ്റ്റ് ആണോ എന്നൊക്കെയുള്ള പല കൺഫ്യൂഷൻസും ക്ലാരിറ്റി കുറവുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നലെ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്കറിയാലോ, ഇപ്പോ നിങ്ങൾ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരാൾക്ക് വേണ്ടിയിട്ട്, വളരെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി നിങ്ങൾ വളരെ താല്പര്യത്തോടു കൂടി ഒരു എന്തെങ്കിലും ഒരു ഐറ്റം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ, എന്തെങ്കിലും ഒരു പാചകം, എന്തെങ്കിലും ഒരു ഭക്ഷണം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ, നിങ്ങൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചാണ് അത് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു നല്ലത് പറയും, അല്ലെങ്കിൽ നല്ല കാര്യങ്ങള്, അല്ലെങ്കിൽ അവര് അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവര് അത് അപ്രീഷിയേറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ ആരും ഒന്നുമേ പറഞ്ഞില്ല എന്ന് മാത്രല്ല, പക്ഷെ ആരും അത് കഴിക്കുകയും കൂടെ ചെയ്യാതിരുന്നാലുള്ള, പറയുകയോ കഴിക്കുകയോ ചെയ്യാതിരുന്നാലുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്, അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു എഫേർട്ട് എടുക്കുമ്പോൾ ഞാൻ എഫേർട്ട് എടുക്കുന്നുണ്ട്, പക്ഷെ എനിക്കറിയില്ല ഇവര് കാണുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നുണ്ടോ, അവർ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ കുട്ടികളെല്ലാം റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ, ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ആരൊക്കെയോ മെസ്സേജ് കമന്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, എക്സാം വരെ നമ്മൾ ഒരു ലക്ഷ്യത്തിലോട്ട് ഒരൊറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം എന്നായിരുന്നു ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്. കമ്പൈൻ സ്റ്റഡി പോലെയാണ്, നമ്മളെല്ലാവരും ഒരു രീതിയിൽ പോകണം, മുന്നോട്ട് പോകണം. നമ്മള് എല്ലാവരും ഇപ്പൊ കമന്റ് ചെയ്ത അത്രയും പേരുടെ കാര്യത്തില് വളരെ ക്ലാരിറ്റി കിട്ടിയ സ്ഥിതിക്ക് ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും മുന്നോട്ട് ഒറ്റ രീതിയിൽ പോകണം. ഇനിയുള്ള വീഡിയോസ്, ഇനി നമ്മൾ ക്ലാസ് ഇടുമ്പോൾ ഈ പറഞ്ഞ എല്ലാ ആളുകളും ആ ക്ലാസ്സിന് താഴെ കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, മിസ്സേ എനിക്ക് ക്ലാസ് നല്ല ഇഷ്ടപ്പെട്ടു, ക്ലാസ് എനിക്ക് അങ്ങനെ എന്താ പറയുന്നത്, എനിക്ക് നിങ്ങളുടെ അങ്ങനെയുള്ള കേൾക്കാൻ സുഖമുള്ള വാക്കുകളൊന്നും അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഒരാളുടെ ക്ലാസ്സിൽ വന്നിട്ട് അത് നല്ലതാണ് എന്നുള്ള നല്ലതാണെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിയാലും എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ എനിക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. നിങ്ങൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും, നമ്മൾ ക്ലാസ്സിലെ ടീച്ചേഴ്സ് ഒക്കെ വരുമ്പോൾ, നമ്മൾ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ മനസ്സിലായ കുട്ടികളെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തലയാട്ടാറില്ലേ, ആ ഒരു തലയാട്ടൽ മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അല്ലാതെ എനിക്കൊരിക്കലും ആരും എന്റെ ക്ലാസ്സിനെ ഇങ്ങനെ പുകഴ്ത്തി പറയണമെന്നോ, അല്ലെങ്കിൽ അടിയിൽ നല്ല രീതിയിൽ കമന്റ് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ആരും ചിലർ തെറ്റിദ്ധരിക്കും, ഒരിക്കലും അങ്ങനത്തെ ചിന്തകൾ കൊണ്ടല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. പക്ഷെ ഞാനൊരു ക്ലാസ്, ഒരു ടോപ്പിക് എടുക്കുമ്പോൾ ആ ടോപ്പിക് എടുത്തതിന് ശേഷം നിങ്ങൾ അത് കണ്ടു കഴിയുമ്പോൾ ക്ലിയറായി, അല്ലെങ്കിൽ ഐഡിയ ക്ലിയർ ആയി, അല്ലെങ്കിൽ പിടി കിട്ടി എന്നുള്ള ഒരു ഐഡിയ എനിക്ക് കിട്ടിയാൽ മതി, ഞാൻ ഹാപ്പിയാണ്. പിന്നെ എനിക്ക് നെക്സ്റ്റ് ക്ലാസ് ചെയ്യാനുള്ള ഒരു എനർജി അതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാലോ, അധിക സമയമില്ല.
നെക്സ്റ്റ് ഇയർ ആദ്യമൊക്കെ ആവുമ്പോഴോ അല്ലെങ്കിൽ ഒരു 2 മാസം കഴിയുമ്പോഴോ ഒക്കെ എക്സാം നമുക്ക് എന്തായാലും ഡിസംബർ വരെയുള്ള ഇതിലെ എക്സാം ഇല്ല. ഇപ്പൊ ഈ ഒരു എക്സാം വരുന്നില്ല, നെക്സ്റ്റ് ഇയർ ആയിരിക്കും എക്സാം വരുന്നത്. അത് എന്നാണെന്നുള്ളത് അറിയുന്നതിന് മുന്നേ തന്നെ ഏകദേശം 2 മാസമോ 3 മാസമോ അത് എന്തെങ്കിലും ആവട്ടെ, നമുക്ക് അതിന് മുന്നേ തന്നെ നമുക്ക് ഏറ്റവും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പഠിച്ചു പോകണം. അപ്പൊ അതിന് പഠിച്ചു പോകണമെങ്കിൽ നമ്മൾ പരസ്പരം അത്രമാത്രം എന്താ പറയുന്നത്, വളരെ എനർജറ്റിക് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റണം. അപ്പൊ അങ്ങനെ പഠിക്കാനായിട്ട് നിങ്ങൾ ഉണ്ടാവണം എന്നാണ് ആദ്യം മുതലേ ഞാൻ പറയുന്നത്. ഇടയ്ക്ക് വെച്ച് പലരും പല രീതിയിൽ കാണുന്നോ കാണുന്നില്ലേ എന്നുള്ള കൺഫ്യൂഷൻ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. ഇപ്പൊ എനിക്ക് ക്ലിയർ ആയി. പിന്നെ എനിക്ക് അതാണ് എന്റെ സന്തോഷമുള്ള ഒരു കാര്യം, എനിക്ക് അതാണ് എത്ര പേര് കാണുന്നുണ്ട് എന്നുള്ളതിൽ വളരെ 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 ക്ലാരിറ്റി കിട്ടി. അപ്പൊ ഇത്രയും കുട്ടികൾ എനിക്കിത് ധാരാളമാണ്. കാരണം ഏകദേശം ഒരു 8-9 പേര് 10 പേരുടെ അടുത്ത് കമന്റ് ചെയ്തിട്ടുണ്ട്. ഈ 10 പേര് എന്നെ സംബന്ധിച്ച് ഈ 10 ഫ്രണ്ട്സ് പോലെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഈ 10 പേരും നമ്മൾ ഒരുമിച്ച്, ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നിങ്ങൾ എല്ലാവരും ഇത് ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന ആ ഒരു ഫീലിംഗ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കുമ്പോൾ എനിക്ക് ആ ഒരു വിഷമമൊക്കെ തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അല്ലാതെ മനഃപൂർവ്വം ഞാൻ ക്ലാസ് നിർത്തുകയാണ്, ഞാൻ നാളെ നിർത്തും, നാളെ കഴിഞ്ഞ് നിർത്തും, അങ്ങനെ ഒരു രീതിയിലൊക്കെ വീഡിയോ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അത് ആത്മാർത്ഥമായിട്ട് അത്രയധികം വിഷമം തോന്നിയത് കൊണ്ടും, ആരും കാണുന്നില്ലേ, നമ്മളുടെ ക്ലാസ്സുകളൊക്കെ വേസ്റ്റ് ആണോ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ടൊക്കെ വേസ്റ്റ് ആണോ, ആർക്കും വേണ്ടേ, അല്ലെങ്കിൽ ആർക്കും മനസ്സിലാവുന്നില്ലേ എന്നൊക്കെ തോന്നിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അപ്പോ ഇത്രയും പേര് നമ്മുടെ കൂടെ പഠിക്കാൻ റെഡിയാണെന്ന് അവർ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. പിന്നെ നെക്സ്റ്റ് എനിക്കൊരു സന്തോഷമുള്ള കാര്യം ഇതാണ്. സങ്കടമുള്ള ഒരു കാര്യം പറയാം. ഈ കമന്റ് ചെയ്തതിൽ പകുതി പേരും വീട്ടമ്മമാരും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവരുമാണ്. അപ്പൊ അതറിഞ്ഞപ്പോ എനിക്ക് എന്താ പറയാ, അവരത്ര സ്ട്രെയിൻ ചെയ്തിട്ടാണ് പഠിക്കുന്നത്, കുട്ടികളൊക്കെ ഉള്ളവരാണ്. അപ്പൊ എനിക്കത് മനസ്സിലാവൂട്ടോ, ഞാനും ഒരു വീട്ടമ്മയാണ്. അപ്പൊ ഞാനും സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. PSC പഠിക്കുന്ന സ്ട്രെയിൻ ചെയ്തിട്ടാണ്. നമ്മളൊരു ഫാമിലിയെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നമ്മളുടേതായിട്ടുള്ള സമയം കണ്ടെത്തി പഠിക്കുക എന്നുള്ളത് വളരെ സ്ട്രെയിൻ ആയിട്ടുള്ള, വളരെ അത്രത്തോളം പഠിക്കുന്നതിനോട് ആത്മാർത്ഥതയുള്ളവർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. അതെനിക്ക് നന്നായി മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇപ്പോ പകുതിയൊക്കെ ഇതുവരെ ക്ലാസ്സുകൾ ഇട്ടിട്ട് പകുതിയൊക്കെ ആയി നിൽക്കുന്നവരുണ്ടല്ലോ, ക്ലാസ് കണ്ട് പകുതിയൊക്കെ ആയി നിൽക്കുന്ന ആളുകൾ, ഞാൻ ഇനി ഒരു 2-3 ദിവസത്തേക്ക് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നില്ല. ഈ 2-3 ദിവസം കൊണ്ട് നിങ്ങൾ നല്ല പക്കയായിട്ട് എല്ലാ ക്ലാസ്സും കാണുക. ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ ക്ലാസ്സും കണ്ടു തീർക്കുക. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഒരുമിച്ച് പഠിക്കാം കേട്ടോ. ഇതുവരെ എടുത്ത എല്ലാ ക്ലാസ്സുകളും കണ്ട് സെറ്റാക്കി റെഡിയാക്കി ഇരിക്കുക. ഇനി തിങ്കൾ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയൊക്കെ ആകുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ആളുകൾ എല്ലാവരും ആ വീഡിയോയിൽ പ്രസന്റ് ആയിരിക്കണം, വീഡിയോ കാണണം. അങ്ങനെ ഓരോ വീഡിയോയും അല്ലെങ്കിൽ ഓരോ ക്ലാസ്സും നമുക്ക് ഒരുമിച്ച് തന്നെ പഠിച്ചു പോകാം. ആരും പുറകിലാണെന്നുള്ള ഒരു വിഷമോ സങ്കടമോ ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒപ്പം മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. ഇനി അതല്ല മിസ്സേ നിങ്ങൾ ക്ലാസ് ചെയ്തോ കുഴപ്പമില്ല, ഞങ്ങൾ പുറകെ ഫോളോ ചെയ്തോളാം എന്നാണെങ്കിൽ അങ്ങനെ. അപ്പൊ ഞാൻ വിചാരിച്ചത് ഈ പുറകില് നിൽക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ പകുതി വീഡിയോസേ കണ്ടിട്ടുള്ളൂ, അപ്പൊ ഒരു ബുദ്ധിമുട്ട് വരണ്ട, അല്ലെങ്കിൽ അവർക്ക് ചിന്തിക്കേണ്ട അയ്യോ നമ്മൾ പുറകിലായല്ലോ എന്ന് ചിന്തിക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ 2-3 ദിവസം കൂടെ സമയം തരാം. അപ്പൊ ഇന്നിപ്പോ ബുധനാഴ്ചയല്ലേ ആവുന്നുള്ളൂ, ഞാൻ അടുത്ത ഒരു ട്യൂസ്ഡേ അല്ലെങ്കിൽ നിങ്ങൾ ഇത് വീഡിയോസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യുക. ഇപ്പൊ ഇത്രയും പേര് എന്നെ കമന്റ് ചെയ്തല്ലോ, കഴിഞ്ഞ വീഡിയോക്ക് കമന്റ് ചെയ്ത അത്രയും പേര് തന്നെ ഒപ്പത്തിനൊപ്പം വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളെല്ലാവരും ഒപ്പത്തിനൊപ്പം പഠിക്കുമ്പോൾ അതിന് വേറൊരു എനർജി ആണല്ലോ. അപ്പോൾ ഇത് മൊത്തം വീഡിയോസ് നിങ്ങൾ കണ്ട് അടുത്ത ക്ലാസ് ഞാൻ ചെയ്യുമ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോ അന്നന്ന് കണ്ടുപോകുന്ന രീതിയിൽ ക്ലാസ്സുകൾ നമുക്ക് അറേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി കുറച്ചുകൂടെ ഞാൻ ശ്രദ്ധിക്കും. കാരണം ഇവരെല്ലാവരും വളരെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികളാണെന്ന് എനിക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമ്മൾ കുറച്ചുകൂടെ വളരെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ
ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ എന്തിനാണെങ്കിലും നിങ്ങൾ പൂർണ്ണമായിട്ടും കോപ്പറേറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ ഈ എക്സാമിന് വേണ്ടി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അത് മൊത്തം ആ സ്ട്രാറ്റജി അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ നിങ്ങൾക്കും ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ഇപ്പൊ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം മുതൽ എല്ലാ വീഡിയോസും കണ്ട് ഞങ്ങളുടെ ഒപ്പം എത്താനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ കുറച്ചു പേർക്കൊക്കെ വിഷമായി എന്ന് എനിക്ക് മനസ്സിലായി. അതിന് എല്ലാവരോടും ഞാൻ സോറി ചോദിക്കുകയാണ്. അപ്പൊ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടുമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അല്ലാതെ നിങ്ങളെ ആരെയും വിഷമിപ്പിക്കണമെന്നോ ഒന്നും ഓർത്തിട്ടല്ല. അപ്പൊ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. താങ്ക് യു.